ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇക്കാര്യത്തിൽ എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് തന്നെയാണല്ലോ. ഇടയ്ക്ക് വെച്ച് മന്ദീഭവിച്ചിരുന്നു, പക്ഷേ അവിടെ ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതുമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇത്തരമൊരു നറേറ്റീവിലേക്ക് വരുന്നത് ഇത് അന്വേഷണത്തിന്റെ ദിശ മാറുന്ന പോലെയാണോ, അതോ ആ കാര്യവും അന്വേഷിക്കേണ്ടതാണോ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടു, കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തു. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു എന്ന കാര്യം. അവിടെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കൊണ്ടുവന്നത് ആദ്യം എന്നുള്ള കാര്യം കൂടിയാണല്ലോ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സുരേന്ദ്രൻജി എനിക്ക് വ്യക്തിപരമായ വളരെ ഇഷ്ടവും ബഹുമാനവുമാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് ആക്റ്റീവായി ചാടി ഇറങ്ങുകയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമിട്ട് പല ആൾക്കാർ വരുന്ന സമയത്ത് രംഗത്തിലേക്ക് ഇറങ്ങുകയും ഒരുപാട് ദിവസം അദ്ദേഹത്തിനെ അന്യായമായിട്ടാണ് ജയിലിലിട്ടതെന്ന് നമുക്കറിയാം. ഒരുപാട് ദിവസം അദ്ദേഹത്തിനെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40-ലധികം ദിവസങ്ങൾ അദ്ദേഹം ജയിലിലും മറ്റും കിടന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് സ്നേഹവും ആദരവും ഉള്ള നേതാവാണ്. അതിന് അദ്ദേഹത്തിന് പ്രണാമം. രണ്ട്, നമ്മൾ ഇത്തരം വിഷയങ്ങളെ പൊളിറ്റിക്കലി, ഇപ്പം ഞാൻ CPM-നോട് അനുകൂലമായ വ്യക്തിയല്ല, CPM-നെ എതിർക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും CPM-നെ അടിക്കാനൊരു വടിയായിട്ട് ശബരിമല വിഷയം ഉപയോഗിക്കരുത്. ഇതേപോലെ കോൺഗ്രസിനെയും ഇതേപോലെ BJP-യെയും. കാര്യം ദൈവികമായ വിഷയങ്ങൾ, അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഒക്കെ ഒരു പരിധിക്കപ്പുറം നമ്മൾ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഹസ്കർ സാർക്ക് ഇരിക്കുമ്പോൾ ഹസ്കർ സാറിന് അറിയാം. ഞാൻ സ്ഥിരം പറയാറുണ്ട്, സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്ന് നമ്മൾ പറയരുത്. കാര്യം എല്ലാ സഖാക്കളും മോശമാണെന്ന് പറയുന്നത് തെറ്റാണ്. സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞാൽ എല്ലാ സഖാക്കളെയും മോശമായി പറയുന്ന പോലെയാണ്. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി ഒരു സഖാവാണ്, സഖാവ് G. സുധാകരൻ. പ്രയാർ ഗോപാലൻ സാർ എന്ന കോൺഗ്രസ്സുകാരനാണ് ഏറ്റവും നല്ല ശബരിമലയുടെ പ്രസിഡന്റ്മാരിൽ ഒരാൾ. കുമ്മനം രാജശേഖരൻ ചേട്ടനെ പോലെ ഏറ്റവും വലിയ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയും ഇപ്പോൾ ആരോപണം വരുന്നുണ്ട്. ആ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെയും CPM-ഉം BJP-യും ആരോപണം ഉന്നയിക്കുന്നു. കാരണം ഈ ഗോവർദ്ധനും ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് അവിടെയും. ഇവിടെയാണ് പ്രശ്നം. മരിച്ചുപോയ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് എന്തെങ്കിലും നന്മയുണ്ടോ? പ്രയാർ സാർ ഇരുന്ന കാലത്ത് കോൺഗ്രസ്സുകാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത് സംഘിയാണെന്നുള്ളതാണ്. പ്രയാർ സാർ കോൺഗ്രസിലെ സംഘിയാണെന്നും മറ്റും പറഞ്ഞ് RSSനെ എനിക്ക് ബഹുമാനമാണെന്നൊക്കെ പറയുന്ന വ്യക്തിയായിരുന്നു പ്രയാർ സാർ. ഒന്നുമില്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങനെ കേട്ടത്. കാര്യം അദ്ദേഹത്തെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം. ഈ വിഷയത്തെ ഒരു പരിധിക്കപ്പുറം നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കരുത്. ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യ അറിയുന്ന നേതാവാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ അവർ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇതേപോലെ BJP-യിലെ മോദിജി അടക്കം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇവരോടൊക്കെ ആരെങ്കിലും ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുത്താൽ അതൊന്നും വലിയ പാതകമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുത്ത സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? ഈ ചോദ്യത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ ചോദ്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. SIT കണ്ടെത്തേണ്ട ആദ്യ ചോദ്യം ഇതാണ്, ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇതാണ്, ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? ഈ സ്വർണ്ണപ്പാളികൾ നോക്കുന്നതിന് പകരം കാടടച്ച് നമുക്ക് ദേഷ്യമുള്ളവരെ എല്ലാം പറഞ്ഞു തീർക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനൊരു CPM വിരുദ്ധനാണ്. എനിക്ക് പിണറായി വിജയൻ അവരുടെ ഇഷ്ടമല്ല, അദ്ദേഹത്തിന്റെ നയപരിപാടികളെ ഇഷ്ടമല്ല. പക്ഷേ അദ്ദേഹം കാരണമാണ് ശബരിമല കാലത്ത് ഈ കാലത്ത് ഞാൻ ജയിലിൽ കിടന്നത് എന്ന് പറഞ്ഞ് നാളെ ശ്രീ പിണറായി വിജയനെ മോശവൽക്കരിക്കാൻ ഈ സ്വർണ്ണ വിഷയം അല്ലെങ്കിൽ ശബരിമല വിഷയം മിസ്യൂസ് ചെയ്താൽ അത് ഞാൻ അയ്യപ്പനോട് കാണിക്കുന്ന ഭക്തിയുടെ കുറവായിരിക്കും. അയ്യപ്പനെ ഒരു ടൂളായി നമ്മൾ ഉപയോഗിക്കരുത്. ശരിയാണ്, രാഷ്ട്രീയ മാനങ്ങൾ ഈ വിഷയത്തിന് വരും. അവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി കാണണം. അതുകൊണ്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തന്നെയാണ് ശ്രീ കടകംപള്ളിയുടെയും കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ കടകംപള്ളി വിശ്വാസികളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത കാലത്ത് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അതായത് ആക്ടിവിസ്റ്റുകൾ വേറെ, സ്ത്രീകൾ വേറെ എന്ന് പറഞ്ഞ് ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ്. ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക മുഖ്യധാരാ നേതാവ്. പക്ഷേ കടകംപള്ളിയും സോണിയാഗാന്ധിയും ഇവിടെ താരതമ്യം ചെയ്യേണ്ടതില്ലല്ലോ. കടകംപള്ളിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്, കാരണം അന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. പക്ഷേ സോണിയാഗാന്ധിയെ ഒരു ഫോട്ടോയുടെ പേരിൽ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ഈ തട്ടിപ്പ് മുഴുവനും ശബരിമലയിൽ നടന്നത്. അതല്ല, അപ്പോൾ സംശയത്തിന്റെ കണ്ട് അദ്ദേഹത്തിലേക്ക് നീങ്ങാം. പക്ഷേ സോണിയാഗാന്ധി അങ്ങനെയല്ലല്ലോ, ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. കോടതി പറയാതെ ആരുടെയും പേര് പറയരുത്. അത് ശ്രീ പിണറായി വിജയന്റെയും പറയരുത്, ശ്രീ കടകംപള്ളിയുടെയും പറയരുത്, ശ്രീമതി സോണിയാഗാന്ധി അങ്ങനെ കോടതി പറയാതെ പറയാൻ പാടില്ല എന്നൊന്നും ഇല്ല ശ്രീ രാഹുൽ. അത് പൊതുസമൂഹത്തിന് ഒരു സംശയം തന്നെയാണ്. താങ്കൾ വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് ദേവസ്വം മന്ത്രി അറിയാതെ ഒരു ഇല അനങ്ങും ശബരിമലയിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ ഏത് ലോകത്താണ് കരുതേണ്ടി? എനിക്ക് വേണമെങ്കിലേ ഒരു കാര്യം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മറച്ചു വെക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ അതിന്റെ പേരിൽ കടകംപള്ളിയെ പരമാവധി തേജോവധം ചെയ്യുന്നു എന്ന് കരുതാൻ എന്തർത്ഥമുള്ളത്? ശ്രീ കടകംപള്ളി മാത്രമല്ല, ഏതൊരു ദേവസ്വം മന്ത്രിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് മുകളിലുള്ളൂ. അല്ലെങ്കിൽ കോടതി പറയണം ഇയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൾപ്പബിലിറ്റി ഉണ്ട്, മണി ട്രെയിൽ ഉണ്ട്. അല്ലല്ലോ, കോടതി പറയുന്നതിന് മുൻപ് തന്നെ പൊതുസമൂഹത്തിന് ഒരു ധാരണ ഇപ്പോൾ തന്നെയുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യുകയും ചെയ്തു. അല്ല,
ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ ഒന്നിനും ഒപ്പിട്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ ദേവസ്വം മന്ത്രിക്ക് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് കൈ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂ? അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂ? ഹൈക്കോടതിക്ക് എന്താണ് അതിനകത്ത് ഉത്തരവാദിത്വം? ഹൈക്കോടതിക്ക് നേരിട്ട് ശബരിമല അല്ല ഹൈക്കോടതി അറിയിക്കാന്നല്ല. അല്ല അതിനൊരാളെ വെച്ചിട്ടുണ്ട് ഹൈക്കോടതി സ്പെഷ്യൽ. അല്ലല്ല രാഹുലെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യില്ലേ? അതിനാണ് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചിരിക്കുന്നത്. അതിനാണ് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇക്കാര്യം വെളിയിൽ വന്നത്. അല്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല ഇത്. അപ്പോൾ ദേവസ്വം മന്ത്രിയെയും ഹൈക്കോടതിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട. അവിടെ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിയുടെ കീഴിൽ ദേവസ്വം വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് ശബരിമലയും വരുന്നത്. ശരി ശരി കോടതിയുടെ പരാമർശങ്ങളിൽ കടകംപള്ളി വരട്ടെ, എന്നിട്ട് കടകംപള്ളി ആക്രമിക്കാം. താങ്കൾ അങ്ങനെ ആക്രമിച്ചാൽ മതി. ശ്രീ എൻ ശ്രീകുമാർ